ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പാരിസം ഫങ്ഷനായ str-cmp ആണ്. അപ്പോൾ അതിൻ്റെ റൂൾസൊക്കെ നമ്മൾ പറഞ്ഞു. റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് -1 0 ആൻഡ് +1 ആണ്. ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ആർഗ്യുമെൻ്റ് ഈസ് സ്മാൾ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ S1 സ്മാൾ ആണെങ്കിൽ -1ഉം S2 ആണ് സ്മാളെങ്കിൽ 1ഉം രണ്ടും തുല്യമായാൽ 0യും റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലൂടെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. സോ ഇവിടെ ഒരു ഫസ്റ്റ് ഇവരെല്ലാവരും ഇപ്പോൾ വാരിയബിൾസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹെലോ എന്നുള്ളത് ക്യാപിറ്റൽ ആണ്, H ഫസ്റ്റ് ക്യാരക്ടർ. മറ്റേത് കംപ്ലീറ്റ്ലി ഹെലോ സ്മാൾ ലെറ്റർ ആണ്. സോ ഇവിടെ കേസ് സെൻസിറ്റീവാണ് നമ്മളുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ക്യാപിറ്റൽ സ്മാൾ ലെറ്റർ ഡിഫറൻസ് ഉണ്ട്, കാരണം അവരുടെ ആസ്കി കോഡിലുള്ള ഡിഫറൻസ് തന്നെയാണ്. അപ്പം ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് 65ഉം സ്മാൾ ലെറ്റർ എയുടെ ആസ്കി കോഡ് 97ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും സ്മാൾ കോഡാണ് ദാൻ ആസ്കി കോഡ് ഓഫ് സ്മാൾ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എന്നിൽ കിട്ടുക? str-cmp ഈ രണ്ട് വരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 ആണ്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ക്യാപിറ്റൽ H വന്നതുകൊണ്ട് അത് സ്മാളാണ്, സ്മാൾ ആസ്കി കോഡുകളാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് അരുൺ ആൻഡ് ബീന. വീണ്ടും അവർ റിട്ടേൺ ചെയ്യുന്നത് -1 ആണ്, കാരണം എ എന്ന ക്യാപിറ്റൽ ലെറ്റർ ആസ്കി കോഡ് 65ഉം ബിയുടെ 66ഉം ആണ്. സോ വീണ്ടും S1 സ്മാൾ വന്നു. പിന്നെ ഇവിടെ ഇവർ തുല്യമാണ്, റിട്ടേൺ 0. ഇനി ഇവിടെ ശരിക്കും എ ആണ്, അത് മാറിപ്പോയതാണ്. സ്മാൾ ലെറ്റർ എ ഫസ്റ്റ് വന്നു, ക്യാപിറ്റൽ എ ഉള്ള അരുൺ ലാസ്റ്റ് വന്നു. സോ S1 ഇവിടെ എന്താണ്? ഗ്രേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് 1 റിട്ടേൺ ചെയ്യും. ഇവിടെ എ ക്യാപിറ്റലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫങ്ഷനാണ് str. ഓക്കെ, അപ്പോൾ ഒരു സബ്സ്ട്രിങ് ഒരു സ്ട്രിങ്ങിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യാനുള്ള ഫങ്ഷനാണ് എന്ത്? str. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡാണ് നമ്മളോട് ചോദിക്കുക. ഈ ഫങ്ഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് എങ്ങനെ എഴുതി വെച്ചോ അത് നമ്മളോട് ഉണ്ടാക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ലൈബ്രറി ഫങ്ഷനാണ്. str എന്ത് റിട്ടേൺ ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആ സ്ട്രിങ് ആ ബിഗ് സ്ട്രിങ്ങിൽ എവിടെയാണോ, അതിപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എവിടെ വന്നോ ആ പൊസിഷൻ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഹെലോ ഫ്രം ഡൽഹി ഫ്രം എന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിളിൽ ഹെലോ ഫ്രം ഡൽഹി ഫ്രം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു തവണ ഉണ്ടല്ലോ, അപ്പോൾ ഏതാണ് ആ പൊസിഷൻ? 6th പൊസിഷനിലാണ് നമ്മളുടെ എന്തുള്ളത്? ഫ്രം ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒരു പൊസിഷൻ റിട്ടേൺ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം ആളവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളത്. ഇനി ഹെലോ ഫ്രം ഡൽഹിയിൽ ഒരുപാട് എല്ലുകളുണ്ട്. അപ്പോൾ എല്ല് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എല്ല് എവിടെയാണോ ആ പൊസിഷനാണ് റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ ഡൽഹിയിൽ ഒരു എല്ലുണ്ട്, ഹെലോയിൽ 2 എല്ലുണ്ട്. അപ്പം ആ ഹെലോയിലെ ഫസ്റ്റ് എല്ലിൻ്റെ പൊസിഷൻ 2 ആണ് ഇവിടെ എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. H 0th പൊസിഷൻ, E ഫസ്റ്റ് പൊസിഷൻ, L സെക്കൻഡ് പൊസിഷൻ. സോ ഇൻഡെക്സ് വാല്യൂസാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ സിൻറ്റാക്സ് പഠിക്കുക, എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. അപ്പം ഒരു വാരിയബിളിലേക്ക് റിട്ടേൺ ചെയ്യും പൊസിഷൻ str, ഒരു ബിഗ് സ്ട്രിങ്, ഒരു സബ് സ്ട്രിങ്. ഓക്കെ, അപ്പോൾ അത് വാരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ഒക്കെ ആവാം. ഇനി ലാസ്റ്റ് ഫങ്ഷനാണ് അണ്ടർ സ്ട്രിങ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് ഇൻ string.h. റിട്ടേൺ എ പോയിൻ്റർ ടു ദ ഫസ്റ്റ് occurrence ഓഫ് ക്യാരക്ടർ സ്പെസിഫൈഡ് ആസ് ആർഗ്യുമെൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കാം,
ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്തത്. അതായത് സ്ട്രിങ്ങിൻ്റെ അകത്തുണ്ടോയെന്നാണ്. ഈവൻ എല്ലാണ് സെർച്ച് ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഡബിൾ കോട്ട്സിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ എന്താണ്? സ്ട്രിങ്സ് ആണ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് സ്ട്രിങ് ആണ്, അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സിംഗിൾ കോട്ടിലാണ്. അപ്പോൾ അതാണ് STR/STRഉം STR/CHRഉം തമ്മിലുള്ള ഡിഫറൻസ്. അത് നിങ്ങൾക്ക് വൈവയ്ക്കൊക്കെ ചോദിക്കും, വൈവയ്ക്കും ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അതായത് തിയറി ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ STR/STR എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സ്ട്രിങ്ങിൻ്റെ അകത്ത് മറ്റൊരു സബ് സ്ട്രിങ് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. രണ്ട് ആർഗ്യുമെൻറ്റ്സും ഡബിൾ കോട്ട്സ് ആണ്. ഓക്കെ, അതേസമയം STR/CHR എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ ഒരു സ്ട്രിങ്ങിലുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്യാരക്ടർ ലിറ്ററലാണ്, ക്യാരക്ടറാണ് ഇവിടെ ഉള്ളത് സെക്കൻഡ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ റിട്ടേൺ ചെയ്യും. ഓക്കെ, താങ്ക് യു.